പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഓഗസ്റ്റ് മാസം 24 ആമേൻ തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനെന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കരം ഉയർത്തിപ്പിടിച്ച് കർത്താവിനോട് പറ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രിയിൽ നല്ല ഉറക്കം തന്നതിനായിട്ട് കരം ഉയർത്തിപ്പിടിച്ച് കർത്താവിന് നന്ദി പറ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ആമേൻ ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം. യഹോവ നല്ലവനാകുന്നു. നമ്മുടെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകും. ഇന്ന് നമ്മളെ ഭയങ്കരമായി അതിശയമായി നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ പിതാവിന് കരമുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. കരമുയർത്തി പറ കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ വിശ്വസ്തത എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. ഓരോ നാളും നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ സഹായിക്കുന്ന നല്ല കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ആ ദൈവ സ്നേഹത്തെ ഓർത്ത് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിൻ്റെ കരുണയെ ഓർത്ത് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിൻ്റെ കൃപയെ ഓർത്ത് സ്തോത്രം പറഞ്ഞാട്ടെ. അത്ഭുതകരമായി നമ്മളെ നടത്തുന്ന ആ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർത്ത് നാം കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം അപ്പ. നന്ദിയോടെ സ്തോത്രം അപ്പ. നന്ദിയോടെ സ്തോത്രം അപ്പ. 104 സങ്കീർത്തനം പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ ദൈവമായ യഹോവേ, അങ്ങ് ഏറ്റവും വലിയവൻ, മഹത്വവും തേജസ്സും കർത്താവ് ധരിച്ചിരിക്കുന്നു. ആമേൻ. അതിൻ്റെ 33 വാക്യം പറയുന്നു, എൻ്റെ ആയുഷ്കാലം തൊക്കെയും ഞാൻ യഹോവയ്ക്ക് പാടും, ഞാൻ ഉള്ളിടത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. 34 പറയുന്നു, എൻ്റെ ധ്യാനം കർത്താവിന് പ്രസാദകരമായിരിക്കട്ടെ, ഞാൻ യഹോവയിൽ സന്തോഷിക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാണ്. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ അടുക്കിലേക്ക് അടുത്തു വരുന്നു. അപ്പോൾ കഴിഞ്ഞ പകലും രാത്രിയിലും ഒക്കെ ഞങ്ങളെ കരുതിയതിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് തന്ന ഈ അവസരത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ തിരുശബ്ദം കേൾക്കുവാൻ ഞങ്ങൾക്ക് തന്ന ഈ പദവിക്കായിട്ട് സ്തോത്രം. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ഇന്നത്തെ പകൽക്കാലം സംഭവിക്കട്ടെ. രോഗികളായിരിക്കുന്നവർ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ ആമേൻ. അത്ഭുതകരമായ സൗഖ്യം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. പ്രത്യേകിച്ച് ബാക്ക് പെയിനിനാൽ ഭാരപ്പെടുന്നവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. അത് അവരുടെ മൊബിലിറ്റിയെ ബാധിക്കുന്നു, ജോലിയെ ബാധിക്കുന്നു. ആമേൻ ആമേൻ. പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ബാക്ക് പെയിൻ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ രക്തത്താൽ മുദ്രവെക്കുന്നു. എല്ലാ നട്ടെല്ലിൻ്റെ എല്ലുകളും യേശുവിൻ്റെ നാമത്തിൽ ആമേൻ നോർമൽ പൊസിഷനിലേക്ക് മടങ്ങി വരട്ടെ. മസിലിൻ്റെ ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. നെർവിൻ്റെ ബുദ്ധിമുട്ടുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ആമേൻ. മുകളിൽ നിന്ന് താഴോട്ട് ആ നട്ടലിലൂടെ ദൈവശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. മുകളിൽ നിന്ന് താഴോട്ട് നട്ടലിലൂടെ ദൈവശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. മുകളിൽ നിന്ന് താഴോട്ട് നട്ടലിലൂടെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. പരിപൂർണ സൗഖ്യമായതിന് സ്തോത്രം. അതുപോലെ കർത്താവേ, ആമേൻ, കുഞ്ഞുങ്ങളുടെ അഡ്മിഷനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കറക്റ്റ് കോളേജുകളിൽ കറക്റ്റ് പ്ലേസ്മെൻറ്റ് കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതിന് സ്തോത്രം. നല്ല ഹോസ്റ്റൽ സൗകര്യം കൊടുക്കുന്നതിന് സ്തോത്രം. നല്ല ക്യാമ്പസ് കൊടുക്കുന്നതിന് സ്തോത്രം. അതുപോലെ വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ വിവാഹം തക്ക സമയത്ത് നടക്കട്ടെ. അതിനുള്ള മുഖാന്തരങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരുങ്ങി വരുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ വേലയിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം. ലോകവ്യാപകമായ ഒരു ഉണർവിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തതിന് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ ഇന്ന് രാത്രി നമുക്ക് സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും. ഓൺലൈനിൽ സൂമിലും യൂട്യൂബിലും കൂടെ ആയിരിക്കും മീറ്റിംഗ്. പ്രിയപ്പെട്ടവരെ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക. നമുക്ക് നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒരു വാക്ക് ഇന്നത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും ദയവേത് നിങ്ങളുടെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ മീറ്റിങ്ങിനെ ബ്ലെസ് ചെയ്യുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ മീറ്റിംഗ് അനുഗ്രഹമായിരിക്കണം. ഈ ഭൂമിക്ക് ഇന്നത്തെ മീറ്റിംഗ് അനുഗ്രഹമായിരിക്കണം. ലോകവ്യാപകമായി ദൈവീകമായ ആമേൻ ദൈവീകമായ നിറവുണ്ടാകുവാൻ ഈ മീറ്റിംഗ് മുഖാന്തരമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ
ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തക്ക സമയത്ത് വൈകിട്ട് പങ്കെടുക്കണം കേട്ടോ. ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഇന്ന് 1 ശമൂവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായം 17-ാമത്തെ വാക്യം. 1 സാമുവേൽ 17:17. ഇശായി തൻ്റെ മകനായ ദാവീദിനോട് പറഞ്ഞത്, ഈ ഒരു പറ മലരും അപ്പം 10 എടുത്ത് പാളയത്തിൽ നിൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ വേഗം കൊണ്ടു ചെന്ന് കൊടുക്കുക. ആമേൻ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതായ ഒരു കഥയാണ്, അല്ലെങ്കിൽ ഒരു സംഭവമാണ്. ദാവീദ് എൻ്റെ അപ്പനായ ഇശായി ദാവീദിനോട് പറയുകയാണ്, ഈ സാധനങ്ങൾ കൊണ്ടുപോയി യുദ്ധത്തിൻ്റെ ആമേൻ അല്ലെങ്കിൽ പട്ടാളത്തോട് കൂടെ നിൽക്കുന്ന നിൻ്റെ സഹോദരന്മാർക്ക് ഈ കാര്യങ്ങൾ കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ് ആമേൻ ഈ വാക്യത്തിൽ നമ്മൾ വായിച്ചിരിക്കുന്നത്. ആമേൻ. ദാവീദിനെ ഈ ഭാഗത്ത് ഇന്ന് പരിശുദ്ധാത്മ നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഒരു ചെറിയ അനുസരണമാണ് ദാവീദിൻ്റെ ജീവിതത്തിലെ വലിയ ഒരു വാതിൽ തുറന്നു കൊടുക്കുന്നത്. ചെറിയ ഒരു അനുസരണം വലിയൊരു വാതിലാണ് ദാവീദിന് തുറന്നു കൊടുക്കുന്നത്. ആമേൻ. ഈ രാജാവാകുന്നതിന് മുമ്പ് ദാവീദ് ഒരു സാധാരണക്കാരനായ ഇടയ ബാലനായിരുന്നു. ആമേൻ. അല്ലെങ്കിൽ ദാവീദ് അതിനു മുമ്പ് കൊട്ടാരത്തിൽ നിന്നിട്ടില്ല. ആമേൻ. ആ സമയത്ത് അദ്ദേഹം നിൽക്കുന്നത് കാടുകളിലായിരുന്നു. ആടുകളെ മേയിച്ചുകൊണ്ട് കാടുകളിലായിരുന്നു. അന്ന് രാജകൊട്ടാരത്തിലെ അല്ലെങ്കിൽ രാജാവിൻ്റെ കിരീടമോ കുപ്പായമോ ഒന്നും അണിഞ്ഞിട്ടില്ല. സാധാരണ ഒരു ആട്ടിടയനായ ചെറുക്കനായിരുന്നു. ആമേൻ. ആ ഒരു ദിവസമാണ് തൻ്റെ അപ്പനായ ഇശായി തന്നോട് പറയുന്നത്, നീ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് നിൻ്റെ ജ്യേഷ്ഠന്മാരുടെ അടുക്ക് ചെല്ലുക. അപ്പോൾ ദാവീദിന് ഒരു പക്ഷേ പറയാമായിരുന്നു, ഞാൻ പോകേണ്ട ആവശ്യമുണ്ടോ? ആമേൻ. എൻ്റെ സഹോദരങ്ങൾ പട്ടാളക്കാരല്ലേ? ആമേൻ. ഞാനൊരു സാധാരണ ഇടയനായ ചെറുക്കനല്ലേ? ആമേൻ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്നെ നിരന്തരം വായിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അവർ വലിയ വലിയ ആളുകളല്ലേ, അവരെ സഹായിക്കാൻ വേറെ ആളുകളെ വിട്ടുകൂടെ? എന്നെ വിടേണ്ട ആവശ്യമുണ്ടോ? നമ്മളൊക്കെ പറയുന്നത് പോലെ പല എക്സ്ക്യൂസുകൾ പറയാമെന്ന്. എപ്പോഴും എന്നോട് എന്തിനാണ് ഈ കാര്യങ്ങൾ പറയുന്നത്, എന്നെ കൊണ്ട് എന്തിനാണ് ഈ കാര്യങ്ങൾ ചെയ്യിക്കുന്നത് എന്നൊക്കെ വേണമെങ്കിൽ ദാവീദിന് പറയാമായിരുന്നു. പക്ഷേ ഇതൊന്നും പറയാതെ അതിൻ്റെ 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, ആമേൻ, അങ്ങനെ ദാവീദ് അധികാലത്ത് എഴുന്നേറ്റ് ആടുകളെ കാവൽക്കാരൻ്റെ പക്കൽ വിട്ടേച്ച് ഇശായി തന്നോട് കൽപ്പിച്ചതൊക്കെയും എടുത്തുകൊണ്ട് ചെന്ന് കൈനിലയിലെത്തിയപ്പോൾ സൈന്യം പടയ്ക്ക് ആർത്ത് വിളിച്ചുകൊണ്ട് പുറപ്പെടുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അപ്പം പറഞ്ഞത് ചോദ്യം ചെയ്യാതെ എന്ത് ചെയ്തു? താൻ ഈ കാര്യങ്ങളെ അനുസരിക്കുവാൻ തയ്യാറായി. ആമേൻ. ഇങ്ങോട്ട് നോക്കിയേ, ഈ ഒരു ചെറിയ അനുസരണമാണ് ദാവീദിൻ്റെ ജീവിതത്തിൽ വലിയ വാതിലിനെ തുറക്കുവാൻ കാരണമായത്. കാരണം ദാവീദ് ഇതുമായിട്ട് പോകുമ്പോഴേ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ദൈവം ഒരു വലിയ ആമേൻ ഒരു സ്റ്റേജ് ദാവീദിന് വേണ്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ദാവീദ് അറിഞ്ഞുകൊണ്ടൊന്നും അല്ല പോകുന്നത്. ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് ആടിനെ മേയിച്ച് നടക്കുന്നു, കാടിനകത്ത് നടക്കുന്നു, ആമേൻ, കരടിയെ പിടിക്കുന്നു, സിംഹത്തെ പിടിക്കുന്നു, ഒക്കെ തന്നെ. അതായത് തന്നെ ഏൽപ്പിച്ച ആടുകളെ വിശ്വസ്തയോടെ പരിപാലിക്കുക മാത്രമേ ദാവീദ് ചെയ്ത് പരിചയമുള്ളൂ. എന്നാൽ ദാവീദിനോട് ഇത് പറഞ്ഞപ്പോൾ ദാവീദ് ഉപേക്ഷ വിചാരിക്കാതെ, ആമേൻ, എതിര് പറയാതെ അപ്പൻ പറഞ്ഞതിനെ അനുസരിക്കുവാൻ തയ്യാറായപ്പോൾ ദാവീദിന് വേണ്ടി ദൈവം എന്ത് ചെയ്തു? ഒരു പുതിയ വാതിൽ തുറന്നു വെച്ചു. ഈ മെസ്സേജ് നിങ്ങൾ കുഞ്ഞുങ്ങളെ കൂടെ കേൾപ്പിക്കണം. ആമേൻ. കുഞ്ഞുങ്ങളോടും പറഞ്ഞു കൊടുക്കണം. ആമേൻ. മാതാപിതാക്കൾ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ എന്നോട് എന്തിനാണ് പറയുന്നത്, മറ്റേ ആളിനോട് പറഞ്ഞുകൂടെ, അല്ലെ ഈ ആളിനോട് പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർത്ത് നോക്കി, ദാവീദ് അത് പ്രശ്നമുണ്ടാക്കി ഒഴിവാക്കി വിട്ടിരുന്നെങ്കിൽ ദാവീദിൻ്റെ ജീവിതത്തിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ ദാവീദിനെക്കുറിച്ച് പ്രസംഗിക്കുമോ? ഒരിക്കലും നമ്മൾ ദാവീദിനെക്കുറിച്ച് കേൾക്കത്തില്ലായിരുന്നു. ദാവീദ് ഫേമസ് ആകുന്നതിന് മുമ്പ് തന്നെ അനുസരണമുള്ളവനായിരുന്നു, വിശ്വസ്തനായിരുന്നു, തൻ്റെ ആടുകളെ വിശ്വസ്തയോടെ നോക്കുന്നവനായിരുന്നു. ആമേൻ. ആമേൻ. വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, അല്പത്തിൽ വിശ്വസ്തനായാൽ ഞാൻ നിന്നെ അധികത്തിൽ കാര്യസ്ഥനാക്കാം. ആമേൻ. സ്തോത്രം. നമുക്കൊരു വലിയൊരു കാര്യം അറിയാം, ദാവീദ് വീട്ടിൽ റിജക്റ്റഡ് ആയിരുന്നു. ആമേൻ. ദാവീദ് വീട്ടിലെ റിജക്റ്റഡ്, അതായത് തള്ളപ്പെട്ട ചെറുക്കനായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ ശമൂവേൽ പ്രവാചകൻ ദാവീദിൻ്റെ വീട്ടിൽ അഭിഷേകം ചെയ്യാൻ, രാജാവിനെ അഭിഷേകം ചെയ്യാൻ വരുമ്പോൾ ആമേൻ, ദാവീദ് അറിഞ്ഞിട്ട് പോലുമില്ല, ദാവീദിനെ വിളിച്ചിട്ട് പോലുമില്ല. 7 പേരെ അഭിഷേകം ചെയ്യാനായിട്ട് മുന്നോട്ട് വിളിച്ച് കഴിഞ്ഞപ്പോഴും കർത്താവ് പറഞ്ഞു, ഈ 7 പേരും അല്ല എന്ന് പറയുമ്പോഴാണ് ശമൂവേലിനോട് ശമൂവേൽ ചോദിക്കുന്നത്, ഇശായിയോട് ചോദിക്കുന്നത്, ഇനി നിനക്ക് മക്കളുണ്ടോ? ഒരുത്തനുണ്ട്, അവൻ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുക. അപ്പം അവൻ വീട്ടിൽ ഇത്രയും വലിയ ആഘോഷം
വർഷം നടന്നിട്ട് അവനെ വിളിച്ചിട്ടില്ല. അവൻ തള്ളപ്പെട്ടവനാണ് വീട്ടിൽ. അവനെക്കുറിച്ച് വീട്ടുകാർക്ക് ചിന്തയില്ല. പക്ഷേ ഇതൊന്നും അവൻ ഓർക്കാതെ അപ്പൻ പറഞ്ഞത് അനുസരിക്കുവാൻ തയ്യാറായപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവന് വേണ്ടി ഹല്ലേലൂയ ഒരു വലിയ വാതിൽ തുറന്നു കൊടുത്തു. ആമേൻ. ദാവീദ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ അസാധാരണ കൃപ ദാവീദിൻ്റെ മേൽ വ്യാപരിക്കുന്നു. ദാവീദ് അസാധാരണമായിട്ട് എന്ത് ചെയ്തു? ആമേൻ ആമേൻ ഗോലിയാത്തിനെ തോൽപ്പിക്കുന്നു. രാജാവിൻ്റെ കണ്ണിൽ ഈ പയ്യൻ പെടുന്നു. അങ്ങനെ അവൻ എവിടേക്ക് പ്രവേശനം ലഭിക്കുക? കൊട്ടാരത്തിലേക്കുള്ള പ്രവേശനം ലഭിക്കുക. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അനുസരിക്കുന്നത്, മാതാപിതാക്കളെ അനുസരിക്കുന്നത്, പ്രായമുള്ളവരെ അനുസരിക്കുന്നത് ഒക്കെ ദൈവത്തിൻ്റെ ഹിതമാണ്. അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. ആമേൻ. വലിയ വാതിൽ തുറന്നു കിട്ടി. ആമേൻ. പത്രോസിനോട് പറഞ്ഞു, നീ വലയിടാൻ പറഞ്ഞു. പത്രോസ് അതനുസരിച്ചു. പത്രോസിൻ്റെ ജീവിതത്തിലും വലിയ വാതിൽ തുറന്നു കിട്ടി. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, ആമേൻ ആമേൻ ആമേൻ, ചെറിയൊരു അനുസരണം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വാതിലുകളെ തുറക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയണം, ആമേൻ, ചെറിയ അനുസരണങ്ങൾ. ആമേൻ. മാതാപിതാക്കൾ പറയുന്ന അനുസരിക്കുക, ടീച്ചർമാർ പറയുന്ന അനുസരിക്കുക, സൺഡേ സ്കൂൾ ടീച്ചർമാർ പറയുന്ന അനുസരിക്കുക, ദൈവദാസന്മാർ പറയുന്ന അനുസരിക്കുക. ആമേൻ. കർത്താവ് പറയുന്നത് അനുസരിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വാതിലുകളെ തുറക്കുവാൻ കാരണമായി തീരും. പ്രാർത്ഥിക്കാം. കർത്താവേ, അനുസരണമുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. അനുസരണം ഞങ്ങൾക്ക് വാതിലുകളെ തുറക്കുമെന്ന് ഇന്ന് ഞങ്ങൾ ഈ വചനത്തിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നു. കർത്താവേ, ദൈവവചനം അനുസരിക്കുന്നവരായി ഞങ്ങളെ തീർക്കുന്നതിനായി സ്തോത്രം. മുതിർന്നവരെ അനുസരിക്കുന്നവരായി, മാതാപിതാക്കളെ, കർത്താവെ, ഞങ്ങളെക്കാൾ പ്രായമുള്ളവരെ, ഞങ്ങളുടെ മുകളിൽ കർത്താവ് ആക്കി വെച്ചിരിക്കുന്നവരെയൊക്കെ അനുസരിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നാട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവ് നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. നമ്മളെ യഹോവയാലയത്തിൽ ദീർഘകാലം വസിക്കും. കരമുയർത്തി പറ, നമ്മുടെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. We are permanently blessed and highly favored. God bless you. God bless you. God bless you. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ.